ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സീമ ഫുഡ്സ്. ഇന്ന് ദുബായ് ഹോട്ടലുകളിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി എല്ലില്ലാത്ത ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേപോലെയുള്ള ഒരു പീസ് എടുത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞാൽ ഇത് തിന്നായിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുട്ടിയോ മറ്റോ വെച്ച് നന്നായിട്ട് തട്ടി പരത്തിയെടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇനി ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തത് ജിഞ്ചർ പൗഡറാണ്. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ചേർത്തു. ഇല്ല എങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യാം. പകരം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ തൈരുണ്ടല്ലോ, 1/4 കപ്പ് ചേർത്ത് കൊടുത്തു, അതായത് 4 ടേബിൾ സ്പൂൺ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി തട്ടിപ്പരത്തി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ നല്ല പോലെ ഈ അരപ്പൊന്ന് പുരട്ടിയെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലോണം ലൂസായ ബാറ്റർ ആണെങ്കിൽ കറക്റ്റായിട്ട് പിടിച്ച് കിട്ടില്ല. ഈ ഒരു പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ. എന്നിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ല പോലെ മസാല തേച്ച് കൊടുക്കണം. ഇതാ ഞാനിവിടെ എല്ലാം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മസാല തേച്ച് കൊടുത്ത പിന്നെ ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. ഞാനിവിടെ ഓവർനൈറ്റാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അത്രയും സമയം ഫ്രിഡ്ജിൽ വെക്കാം. ഇനി സമയം ഇല്ല എങ്കിൽ 2 മണിക്കൂറെങ്കിലും നല്ല പോലെ അരപ്പ് പിടിക്കാൻ വേണ്ടി വെക്കണം. ഫ്രിഡ്ജിൽ കൂടുതൽ സമയം വെക്കുന്ന പോലെ ചിക്കൻ നല്ല പോലെ സോഫ്റ്റ് ആകും, അതായത് ജ്യൂസി ആയിട്ട് കഴിക്കാൻ പറ്റും. ഞാൻ 5-8 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കുന്നതിൻ്റെക്കാൾ അരമണിക്കൂറെങ്കിലും മുമ്പേ ഫ്രിഡ്ജിൽ നിന്നും പുറത്ത് മാറ്റണം. ഇതിൻ്റെ തണുപ്പെല്ലാം നല്ലപോലെ മാറണം. അതിന് ശേഷമാണ് കുക്ക് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? ഇനി വീണ്ടും ഒരു പ്രാവശ്യം കൂടി നന്നായിട്ട് ഈ അരപ്പ് ചിക്കൻ്റെ മുകളിൽ തേച്ച് കൊടുക്കണം. അതായത് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയം നല്ല പോലെ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ എല്ലാ ഭാഗത്തും വീണ്ടും നന്നായിട്ട് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. റിഫൈൻഡ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി മീഡിയം തീയിൽ വെച്ച് പിന്നെ നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ദാ നല്ല പോലെ തട്ടിപ്പരത്തി സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. മസാലയെല്ലാം നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ദാ ഇതൊന്ന് മൂടി വെക്കണം. എക്സ്ട്രാ മസാല ഉണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ മീതെ പുരട്ടി കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം മീഡിയം തീയിൽ 8 മിനിറ്റ് ഒരു ഭാഗം കുക്കാക്കി എടുക്കണം. 8 മിനിറ്റിന് ശേഷം പാൻ തുറന്ന് വീണ്ടും ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ദാ ഇവിടെ ഏകദേശം ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം നല്ല പോലെ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. 2 ഭാഗത്തും കൂടി ഫ്രൈ ആവുന്ന സമയം ഏകദേശം 16 മിനിറ്റ് വേണ്ടി വരും. ഇനി ഞാൻ വീണ്ടും മൂടി വെക്കുകയാണ്. വീണ്ടും 8 മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണം. ഇനി കുക്കായിട്ടില്ല എങ്കിൽ കുറച്ചും കൂടി സമയം വെച്ചു കൊടുത്താൽ മതി. ഏകദേശം 16 മിനിറ്റ് കൊണ്ട് ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. കാരണം വളരെ തിന്നാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ആവശ്യമായിട്ട് വരില്ല. ഇനി മസാലയെല്ലാം പാനിൽ ഒട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഈ ചിക്കൻ്റെ മുകളിൽ ആക്കി കൊടുക്കണം. ചിക്കൻ പാകമാകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ചീസി മയോണൈസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാർ നല്ല പോലെ തുടച്ചെടുക്കണം. ചട്നി ജാറാണ് എടുക്കേണ്ടത്. ഇനി ഫ്രിഡ്ജിൽ വെക്കാത്ത മുട്ട 1 1/4 ടീസ്പൂൺ പകുതി ഉപ്പ്, അത്രയും തന്നെ പഞ്ചസാര, 1/4 ടീസ്പൂൺ പെപ്പർ. ഇനി നമുക്കിത് 15 സെക്കൻഡ് ഫുൾ സ്പീഡിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4/1 ഭാഗം ചേർത്ത് ഹൈ സ്പീഡിൽ 15 സെക്കൻഡ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ച് വീണ്ടും 15 സെക്കൻഡ് ഹൈ സ്പീഡിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി 3ാമത്തെ ഭാഗം ഉണ്ടല്ലോ, അതും ഒഴിച്ച് 3ാമത്തെ പ്രാവശ്യവും ഹൈ സ്പീഡിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യവും 15 സെക്കൻഡാണ് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഫൈനൽ സ്റ്റേജായ 4ാമത്തെ പ്രാവശ്യം അതേപോലെ തന്നെ ബാക്കിയുള്ള എണ്ണ ഒഴിച്ച് ഹൈ സ്പീഡിൽ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ 4 പ്രാവശ്യമാണ് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓരോ പ്രാവശ്യവും 15 സെക്കൻഡ് വീതമാണ് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 3 പ്രാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയം അത്യാവശ്യം കട്ടിയായിട്ട് വരും. ഇനി ആ പരുവം മതിയെങ്കിൽ പിന്നീട് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഫ്രഷ് ക്രീം 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു.
പിന്നെ വേണ്ടത് ചീസിൻ്റെ സ്ലൈസാണ്. ഇതുപോലുള്ള 2 ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഹൈ സ്പീഡിൽ 20 സെക്കൻഡ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതാ ഗൈസ്, ഇപ്പോൾ നല്ലപോലെ ക്രീമി ആയിട്ടുള്ള ചീസി മയോണൈസ് റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചൊടുക്കണം. മസാലയെല്ലാം ചിക്കൻ്റെ മുകളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഈ സോസ് ഉണ്ടല്ലോ, ഇത് മുഴുവനും നമുക്ക് ഇതേപോലെ ഒഴിച്ചൊടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതായത് ഈ ചിക്കൻ്റെ മുളക് മസാലയും ഈ ചീസും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വളരെ ചെറിയ തീയിൽ ഒരു 40 സെക്കൻഡ് മതിയാവും. ഈ ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആവുന്ന സമയം വരുമല്ലോ, അതുവരെ ഒന്ന് മൂടി വെച്ചാൽ മതി. കൂടുതൽ ഡ്രൈ ആവണ്ട. ഞാനിവിടെ എല്ലാ ചീസും ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 45 സെക്കൻഡ് ആകുമ്പോൾ മൂടി ഓപ്പൺ ചെയ്ത് നോക്കി, നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇപ്പം എല്ലാവരും വീട്ടിലും ചീസ് വാങ്ങി വെക്കാറുണ്ടല്ലോ. ചീസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ കോഴി കൊണ്ടുവരുന്ന സമയം ഇതേപോലെ 2 പീസ് ഫുള്ളായിട്ട് വെക്കാൻ പറഞ്ഞാൽ മതി. കട്ട് ചെയ്യാണ്ട് വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എപ്പോഴും ഒരേ രീതിയിലുള്ള ഫുഡ് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം നമുക്ക് വെറൈറ്റി കഴിക്കാനാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. കുഞ്ഞുമക്കൾക്കെല്ലാം ഇത് ഉണ്ടാക്കി കൊടുത്തെങ്കിണ്ടല്ലോ ഭയങ്കര ഇഷ്ടമായിരിക്കും, സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഈയൊരു ചിക്കൻ റെസിപ്പി ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്, അത് നിങ്ങളെല്ലാവരും എനേബിൾ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല നല്ല റെസിപ്പീസ് ആവശ്യമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ നല്ല നല്ല കമൻസും കൂടി എനിക്ക് അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ഷെയറൊക്കെയാണ് എൻ്റെ വിജയം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും കുറേ ഉയരങ്ങളിൽ എത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഇഫ ചിക്കൻ കഴിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ്, അതേപോലെ നല്ല സോഫ്റ്റും ക്രീമിയും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ബൈ.